സുഹൃത്തുക്കളെ, ഒരു മണിക്കൂറേ എനിക്കുള്ളൂ, അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല, ശ്രമിക്കാം. ഇടതും വലതും എന്നൊരു വിഷയമാണ് ഇന്ന് പറയാൻ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ മുമ്പ് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. അന്ന് പറഞ്ഞ വിഷയത്തെ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഒരർത്ഥത്തിൽ അതിനെ കുറച്ചുകൂടി ആഴത്തിൽ പിന്തുടരാൻ എന്നും പറയാം. അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം എന്ന അർത്ഥത്തിലാണ് ഇന്ന് ഈ വിഷയം സമീപിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് പറയാൻ വിചാരിക്കുന്നത്. അത് 3ഉം ഇന്ന് തന്നെ പറയണമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. എത്രത്തോളം നടക്കുമെന്നറിയില്ല. ഇപ്പോൾ ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളൊരു രാഷ്ട്രീയ വേർതിരിവ് നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു പ്രമേയമാണ്. ഇപ്പോൾ സ്വതന്ത്ര രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുന്ന വലതുപക്ഷവൽക്കരണം എന്നൊരു പ്രമേയം നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെതിരെ ചെറുത്തു നിൽക്കുന്ന ഒരുപാട് കൂട്ടായ്മകൾ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ ഈ മീറ്റിങ്ങും ഒരർത്ഥത്തിൽ ഈ സ്വതന്ത്ര രംഗത്തുള്ള വലതുപക്ഷവൽക്കരണത്തിന് പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഫാനോസ് പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഹാളിൽ തന്നെ നടന്നിട്ടുള്ള ഈ കൂട്ടായ്മയുടെ പരിപാടികളിലൊക്കെ തന്നെ അത് അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രമേയം എന്നത് വലതുപക്ഷവൽക്കരണത്തെ ചെറുക്കുക എന്നുള്ള ആശയം തന്നെയാണ്. ഇത്രയൊക്കെ നമ്മൾ ഈ വിഷയം ആവർത്തിക്കുമ്പോഴും ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്ന ആശയത്തെക്കുറിച്ചിട്ടുള്ളൊരു വ്യക്തതക്കുറവ് വളരെയധികം നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് ഈ വിഷയം പറയാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പരിപാടിയെക്കുറിച്ചിട്ട് കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റ്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, സ്വതന്ത്ര ഇന്ത്യ യുക്തിവാദം എന്ന ധാരണയെ ഹിന്ദുത്വാനുകൂല നാസ്തികത കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നൊരു പണി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രതിരോധിക്കപ്പെടണം. വലതുപക്ഷ നാസ്തികതയെ പ്രതിരോധിക്കുക, സ്വതന്ത്ര ഇന്ത്യയെ ഉയർത്തിപ്പിടിക്കുക. ഇതാണ് ഞാൻ എഴുതിയൊരു കാര്യം. അതിന് താഴെ വന്ന കുറേ കമൻറ്റുകൾ ഞാനീ പറഞ്ഞ പ്രശ്നം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഇടതുപക്ഷം, എന്താണ് വലതുപക്ഷം എന്നുള്ളൊരു വ്യക്തത കുറവ് അതിൽ അത് കാണാനുണ്ടായിരുന്നു. ആ കാറ്റഗറിയിലുള്ള ഒരൊറ്റ കമൻറ്റ് മാത്രമാണ് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നത്. ഇതാണ് അതിൽ അദ്ദേഹം പറഞ്ഞ വിഷയം. ഇതാണ് അദ്ദേഹം എഴുതിയ വ്യക്തി നമ്മുടെ യുക്തിവാദ രംഗത്ത് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അനേകം യുക്തിവാദ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഇതായിരുന്നു: യുക്തിവാദത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടെങ്കിൽ പിന്നെന്ത് യുക്തിവാദം, സ്വതന്ത്ര ഇന്ത്യ പക്ഷമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മുൻവിധിയായി കഴിഞ്ഞു, സ്വതന്ത്ര ഇന്ത്യ അവസാനിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയത്. ഞാൻ എഴുതിയ മറുപടി ഇങ്ങനെയായിരുന്നു: അത് താങ്കളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. പ്രോഗ്രസ്, ഇഗാലിറ്റേറിയനിസം, ഓട്ടോണമി, റാഷണലിസം ഇവയ്ക്ക് വേണ്ടി നിലകൊള്ളൂ എന്നതാണ് ഇടതുപക്ഷം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അതുപോലെ സ്റ്റേസിസ്, ഹൈറാർക്കി, ഹെറ്ററോണമി, റാഷണലിസം എന്നിവയ്ക്കായി വാദിക്കുന്നതിന് വലതുപക്ഷമെന്നും. ഈ അർത്ഥത്തിൽ യുക്തിവാദിക്ക് ഇടതുപക്ഷമായേ പറ്റൂ. ഇടതുപക്ഷം എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPI CPM എന്ന് മനസ്സിലാക്കി കളയരുത് എന്നാണ് ഞാൻ അതിന് മറുപടി എഴുതിയത്. അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് പൊതുവായൊരു ധാരണയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ധാരണ വീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ എൻ്റെ ഇടതുപക്ഷം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നിർവചനം നൽകാൻ ശ്രമിച്ചുകൊണ്ട് താങ്കൾ ഇടതുപക്ഷത്തിലേക്ക് യുക്തിവാദം തിരികെ കയറ്റാൻ ബന്ധപ്പെടുന്നത് ആത്യന്തികമായി വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് യുക്തിവാദം എന്ന കമ്മ്യൂണിസ്റ്റ് വാദത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷം ഈക്വൽസ് കമ്മ്യൂണിസം, ഇടതുപക്ഷം ഈക്വൽസ് യുക്തിവാദം, സോ യുക്തിവാദം ഈസ് കമ്മ്യൂണിസം. ഇതാണ് ഇതിൻ്റെ ലളിതമായ യുക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. കാരണം വേണമെങ്കിലിപ്പം 10 വർഷം മുമ്പേ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നത് ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം യൂട്യൂബിലുണ്ട്. ഇന്നും എൻ്റെ നിലപാടിൽ വ്യത്യാസമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ അതിലേക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സംശയമല്ല, അവിടെ മാത്രം തീർക്കാനും പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കം ആ ഒരു വിഷയം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ആവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ എൻ്റെ ഇടതുപക്ഷം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നിർവചനം ഞാൻ നൽകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ശരിയല്ലാതെ. ഒന്നാമത്, മാർക്സ് ജനിക്കുന്നതിന് മുമ്പുള്ളൊരു വാക്കാണ് ഇടതുപക്ഷം എന്നുള്ളത്. 1789 ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ ശേഷം നടക്കുന്ന നാഷണൽ അസംബ്ലിയിൽ സ്പീക്കറുടെ വലതുവശത്ത് ഇരിക്കുന്ന ഈ ആൻഷ്യൻ റെജിമിൻ്റെ ഈ നേരത്തെയുള്ള രാജാവിൻ്റെയും മതാധികാരത്തിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വലതുവശത്തും, അതേസമയം വിപ്ലവത്തിനെ പിന്തുണക്കുന്ന മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ഇടതുപക്ഷത്തും, സ്പീക്കറുടെ ഈ സഭാധ്യക്ഷൻ്റെ 2 ഭാഗത്ത്, പ്രസിഡൻറ്റിൻ്റെ 2 ഭാഗത്തുമായിട്ട് ഇരുന്ന് അവിടെ നിന്നിട്ടതാണ് ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്നുള്ള ആശയം വരുന്നത്. അപ്പോൾ മാർക്സ് ജനിക്കുന്നത് 1818-ലാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുന്നത് 1847-ലാണ്. ഈ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് ഇടത് വലത് എന്നുള്ള സംജ്ഞയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെയും ഒരു 58 വർഷം കഴിഞ്ഞ ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുന്നത്.
അതുകൊണ്ട് ഈ ഒരു പിന്നെ ഇടത് വലത് എന്ന ആശയം മാർക്സിസമായിട്ടും കമ്മ്യൂണിസമായും മാർക്സിസം ലെനിനിസമായും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നത് തെറ്റായൊരു ധാരണയാണ്. ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള ഈ ഒരു വേർതിരിവ് കമ്മ്യൂണിസം ജനിക്കുന്നതിന് മുമ്പുണ്ട്. ഇനി മാർക്സിസം ലെനിനിസം അസ്തമിച്ചു പോയാലും ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള ഈ വ്യത്യാസം നിലനിൽക്കുകയും തുടരുകയും തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രസ്, ഇഗാലിറ്റേറിയനിസം, ഓട്ടോണമി, റാഷണലിസം ഇവയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഇടതുപക്ഷം എന്ന് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഈ നോർബർട്ടോ ബോബിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ ചിന്തകൻ എഴുതിയ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ പൊളിറ്റിക്കൽ ഡിസ്റ്റിങ്ഷൻ എന്ന പുസ്തകത്തിന് ആധാരമാക്കിയിട്ടുണ്ട്. അത് മുമ്പേ ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ വിഷയത്തെ കുറച്ചുകൂടി പിന്തുടരുമ്പോൾ കുറേ കൂടി റീസെൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകം, ഈ ബോബിയോൻ്റെ പുസ്തകം വരുന്നത് 1993 96 ഇംഗ്ലീഷ് പരിഭാഷ വരുന്നത്. ഇന്ന് ഞാൻ പിന്തുടരുന്ന പുസ്തകം എന്നുള്ളത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദ സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ പൊളിറ്റിക്കൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ള പുസ്തകമാണ്. 2021 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇടതും വലതും ഒരു രാഷ്ട്രീയ അടയാളപ്പെടുത്തലിൻ്റെ മനഃശാസ്ത്രപരമായ പ്രാധാന്യം എന്നാണ് നമുക്കതിനെ തർജ്ജമ ചെയ്യാൻ പറ്റുക. ജോൺ ജോസ്റ്റ് ആണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമാണ് ഈ പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന പുസ്തകം. ഈ പൊളിറ്റിക്കൽ സൈക്കോളജി, പൊളിറ്റിക്കൽ ന്യൂറോ സയൻസ് എന്നുള്ള വിഷയങ്ങളൊക്കെ പിന്നെ നമുക്കത്ര പരിചയമുള്ള വിഷയങ്ങളല്ല. പക്ഷേ ഇന്ന് വളരെ കാര്യമായ ഗവേഷണം നടക്കുന്ന മേഖലകളാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഇതിലല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ദ പൊളിറ്റിക്കൽ സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ള ഈ പുസ്തകത്തിൽ ഈ ഇടത് വലത് സംജ്ഞയുടെ അടിസ്ഥാന മാനങ്ങൾ എന്താണ്, കോർ ഡയമെൻഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യത്യസ്തരായ ഈ രാഷ്ട്രമീമാംസാ ചിന്തകർ പറഞ്ഞിട്ടുള്ള 5 ഉദ്ധരണികൾ ജോസ്റ്റ് എടുത്ത് ചേർക്കുന്നുണ്ട്. 1958 മുതൽ 2019 വരെയുള്ള ഉദ്ധരണികളാണ് ആ ഓർഡറിൽ തന്നെ ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഉദ്ധരണി ഇതാണ്. ആ ഉദ്ധരണി നിങ്ങൾക്ക് കാണാം. ഞാൻ ആശയം ഇതാണ്: രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും കൂടുതൽ സമത്വത്തിലേക്കുള്ള ദിശയിൽ സമൂഹം മാറണമെന്ന് വാദിക്കുന്നതിനെയാണ് നമ്മൾ ഇടത് എന്ന് പറയുന്നത്. ഏറിയും കുറഞ്ഞും ഉച്ചനീചത്വത്തിൽ അധിഷ്ഠിതമായ പരമ്പരാഗത സാമൂഹ്യ ക്രമത്തെ പിന്തുണക്കുകയും സമത്വത്തിലേക്കുള്ള സാമൂഹ്യ പരിവർത്തനത്തെ എതിർക്കുകയും ചെയ്യുന്നതിനാണ് വലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഡെഫിനിഷൻ. ബാക്കി എല്ലാ ഡെഫിനിഷനും ഞാൻ വായിക്കുന്നില്ല, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. 2019 ഡെഫിനിഷനെ മാത്രം ഇവിടെ എടുത്തു കൊടുത്തിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. ജനങ്ങൾ തമ്മിൽ തുല്യത ഇല്ലായ്മ എന്നതാണ് സ്വാഭാവിക നില. ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവും കിട്ടുക എന്നതാണ് സ്വാഭാവികം. ഇതാണ് കൺസർവേറ്റീവ്സിൻ്റെ, യാഥാസ്ഥിതികരുടെ, അതായത് വലതുപക്ഷത്തിൻ്റെ നിലപാട്. ലിബറൽസിൻ്റെ, പുരോഗമനവാദികളുടെ, അതായത് ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന നിലപാട് സമത്വമാണ്. പാരമ്പര്യം, സാമൂഹ്യക്രമം, അധികാരം ഇതിനെയൊക്കെ യാഥാസ്ഥിതികർ അല്ലെങ്കിൽ വലതുപക്ഷം പൂജിക്കുന്നു. ആസൂത്രിതമായ സാമൂഹ്യ മാറ്റങ്ങൾ കൊണ്ട് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാക്കാം എന്ന് ലിബറലുകൾ, അതായത് ഇടതുപക്ഷം, വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ ആശയ ഭൂമിയിൽ അതിൻ്റെ കോർ ഡയമെൻഷൻസ് 2 എണ്ണമാണ് എന്നാണ് ജോസ്റ്റ് പറയാം. 2 അടിസ്ഥാന സംഗതികളാണ്. ഒന്ന്, സാമൂഹ്യ മാറ്റത്തെ പിന്തുണക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ, അഡ്വക്കേറ്റിംഗ് വേഴ്സസ് റെസിസ്റ്റിംഗ് സോഷ്യൽ ചേഞ്ച്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് റിജക്റ്റിംഗ് വേഴ്സസ് ആക്സെപ്റ്റിംഗ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫോംസ് ഓഫ് ഇനീക്വാളിറ്റി. മനുഷ്യർക്കിടയിൽ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമത്വം എന്നതിനെ സ്വീകരിക്കുന്നുവോ തിരസ്കരിക്കുന്നുവോ എന്നതാണ്. ഇതാണ് ഈ 2 ഡയമെൻഷൻസാണ്. ഞാൻ എല്ലാവരും ഒന്നുകൂടി വാങ്ങിച്ചാണ്. കുറേ സൈദ്ധാന്തികമായ ഒരു കാര്യമാണ്, കുറച്ച് മടുപ്പിക്കും. ഇന്നത്തെ മൊത്തം ഒരു സൈദ്ധാന്തിക ചർച്ചയാണ്. അപ്പോൾ അതാണ് ഈ 2 കാര്യങ്ങൾ. വലതുപക്ഷം എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ മാറ്റത്തിന് എതിര് നിൽക്കുന്നത്? ഇതാണ് നമ്മൾ കണ്ട ഒരു കാര്യം. ഞാൻ ആ വിഷയം എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ലോകത്ത് മിക്കവാറും എല്ലായിടത്തും കാലാകാലമായി നിലനിന്നു വരുന്ന പരമ്പരാഗത സാമൂഹ്യ വ്യവസ്ഥ അസമത്വത്തിൽ അധിഷ്ഠിതമാണ്. അസമത്വം സ്വാഭാവികമല്ല, അത് മാറണം എന്ന് ഇടതുപക്ഷം കരുതുന്നു. അത് സ്വാഭാവികമാണ്, പരമ്പരാഗത സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് വലതുപക്ഷം കരുതുന്നു. അതുകൊണ്ടാണ് അവർ ലോകത്തെ എല്ലായിടത്തും അസമത്വമാണ് ഒരു ഡിഫാക്റ്റോ ആയിട്ടുള്ള നിലനിൽപ്പ് എന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ വ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കുന്നത്. ലോകത്ത് എവിടെയും തന്നെ
ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സമൂഹങ്ങളില്ല. കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന് പോരുന്ന വ്യവസ്ഥ മിക്കവാറും എല്ലാ സമൂഹങ്ങളിലും തന്നെ ഉച്ചനീചത്വത്തിൽ അധിഷ്ഠിതമാണ്, ഹയറാർക്കിക്കലാണ്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗവും അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാകുമ്പോൾ അതൊന്ന് എല്ലാ ദിക്കിലും ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പം നിലനിൽക്കുന്ന സമൂഹം മാറുക എന്ന് പറഞ്ഞാൽ അതെങ്ങോട്ടാണ് മാറുന്നത്? അത് സമത്വത്തിലേക്കാണ് മാറുന്നത്. കാരണം അസമത്വത്തിൽ ഇരിക്കുകയാണ്. നേരത്തെ സമത്വാധിഷ്ഠിതമായൊരു സമൂഹമാണെങ്കിൽ അവിടെ അസമത്വത്തിലേക്ക് ഒരു മാറ്റം സാധ്യമാണ്. പക്ഷേ മിക്കവാറും എല്ലാ ദിക്കിലും അസമത്വാധിഷ്ഠിതമായ സമൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കൂടിയും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും സമത്വത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങണം എന്ന് പറയുന്ന ഒരു പക്ഷം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം നിൽക്കുന്നത് പറയുമ്പം വലതുപക്ഷം സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കില്ലേ എന്ന് ചോദിച്ചാൽ നിൽക്കും. ചിലപ്പോൾ വലതുപക്ഷവും സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കും. പക്ഷെ അത് എപ്പോഴും തന്നെ കൂടുതൽ അസമത്വത്തിലേക്ക് വേണ്ടിയുള്ള സാമൂഹ്യ മാറ്റങ്ങൾ, സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്ന ഏറെക്കുറെ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള അവസ്ഥകളെ മാറ്റണം, കൂടുതൽ അസമത്വത്തിലേക്ക് പോകണം എന്ന് പറയുന്ന രീതിയിലാണ് എപ്പോഴും വലതുപക്ഷത്തിൻ്റെ സമരങ്ങൾ നമ്മൾ കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ മണ്ഡൽ വിരുദ്ധ സമരങ്ങൾ, ആൾക്കാർ സ്വയം തീക്കൊളുത്തിയൊക്കെ മരിച്ചു. അത് കൂടുതൽ സമൂഹം അസമത്വത്തിലേക്ക് പോകണം, പഴയ കാലത്തുണ്ടായിരുന്ന പോലെ അസമത്വം തിരിച്ചു വരണം, അല്ലാണ്ട് സമത്വത്തിലേക്ക് വേണ്ടിയുള്ള കാൽവെപ്പുകൾ നടത്തരുത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ശബരിമലയിലെ സംഗതി, ഇതൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമത്വത്തിലേക്കുള്ള ഏതൊരു ഒരു നീക്കമുണ്ടാകുമ്പോൾ അതിനെതിരെ അവരും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി സമരം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇടതുപക്ഷം വലതുപക്ഷം സാമൂഹ്യ മാറ്റങ്ങൾക്ക് എതിര് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മിക്കവാറും എല്ലാ ദിക്കിലും അസമത്വ നിർഭരമായ സമൂഹങ്ങളാണ് എന്നതുകൊണ്ട് അവർ സാമൂഹ്യ മാറ്റങ്ങളെ ചെറുക്കുന്നു. അവരും സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിൽക്കുന്ന ഈ അസമത്വത്തിനിടയിൽ നിലനിൽക്കുന്ന സമത്വത്തിൻ്റെതായ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് നീക്കണം, തിരിച്ചു പോകണം എന്നുള്ളതിന് വേണ്ടിയാണ് വലതുപക്ഷത്തിൻ്റെ സമരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇതാണ് ഈ രണ്ട് എണ്ണമാണ് കോർ ഡയമെൻഷൻസ്. സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക, ഈ തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുക. ഇത് രണ്ടാണ് കോർ ഡയമെൻഷൻസ്. ഇതിന് പുറമെ പെരിഫറൽ ഡയമെൻഷൻസ് വേറെയുണ്ട്. അത് നമ്മൾ വളരെ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. കാരണം അത് ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടൊക്കെ സാംസ്കാരികമായിട്ടൊക്കെ പല കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അടിസ്ഥാന ഘടകത്തിന് മാറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊതുവെ വലതുപക്ഷം ഗവൺമെൻറ് ചെറുതായിരിക്കണം എന്ന് എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഇടപെടേണ്ടതില്ല, ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ആൾക്കാർക്ക് ഭക്ഷണം ഈ ന്യായവില ഷോപ്പുകളിലൂടെ ഭക്ഷണം വിതരണം നടത്തേണ്ട ആവശ്യമൊന്നും സർക്കാർ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ വലതുപക്ഷം പൊതുവെ പറയും. അതൊന്നും ഗവൺമെൻറ് ജോലിയല്ല, അതൊക്കെ മാർക്കറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുപോലും ഒരു പെരിഫറൽ കാര്യമാണ്. ഇതൊക്കെ തിരിച്ചും പറയും, കൂടുതൽ ഗവൺമെൻറ് ഇടപെടണം എന്ന് പറയും, വലിയ പട്ടാളം വേണം, വലിയ പോലീസ് വേണം, അങ്ങനെ ഈ രീതിയിൽ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തണമെന്ന് വലതുപക്ഷക്കാർ പറയുന്ന അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യം, പൊതുവേ ഇടതുപക്ഷക്കാരാണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പറയാം, സജീവ താല്പര്യം എടുക്കാം. പക്ഷേ അതാണ് ഇടതുപക്ഷ നിലപാട്. പക്ഷേ അതേസമയം തന്നെ ഇതേ ഇടതുപക്ഷം ചിലപ്പോൾ ഇപ്പോൾ വന്യമൃഗങ്ങളെ കൊന്നുകളയണം, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കും. കാര്യം അവിടെ അടിസ്ഥാനപരമായ താല്പര്യം കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാവുമ്പോൾ അമിതമായ രീതിയിലുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് ശരി എന്നും പറഞ്ഞിരിക്കും. ഇതൊക്കെ മാറാം. ഈ പെരിഫറൽ ഡയമെൻഷൻസ് പലതും മാറിയും പറഞ്ഞൊക്കെ വരാം. അതുപോലെ തന്നെ വലതുപക്ഷക്കാർ ഇപ്പോൾ എന്താ പറയുക, ഈ വൻകിട കോർപ്പറേറ്റുകൾ നടത്തുന്ന വലിയ രീതിയിലുള്ള പരിസ്ഥിതി ധ്വംസനങ്ങളെയൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ഇളവുകളും നൽകുകയും ചെയ്യുന്നത്. അതേ വലതുപക്ഷം ചിലപ്പോൾ അമ്പലത്തിൻ്റെ കൊടിമരത്തിന് ഹാനി സംഭവിക്കും, അതുകൊണ്ട് വിമാനത്താവളം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിമാനത്താവളത്തിൻ്റെ കൂടെ നിന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് സമരം ചെയ്ത് നോക്കിയിരിക്കും. അപ്പോൾ ഈ പെരിഫറൽ എലമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള കോർ ഡയമെൻഷൻസ് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇതും കുറച്ച് ചെറുതാണ്. മൂന്നാമത്തെ ഭാഗമാണ് കുറച്ച് വലുത്. രണ്ടാമത്തെ ഭാഗം നീയും കേശവൻ മാമൻ ആയോട എന്നാണ് ഞാൻ കൊടുത്തിരുന്ന ഒരു തലക്കെട്ട്. പൊളിറ്റിക്കൽ ഐഡിയോളജി ആസ് മോട്ടിവേറ്റഡ് സോഷ്യൽ കോഗ്നിഷൻ ഓർ വാട്ട് മേക്സ് യുവർ ഓൾഡ് ക്ലാസ്മേറ്റ് എ റൈറ്റ് വിങ് വാട്സാപ്പ് വാറിയർ. വിശദമായിട്ടൊരു തലക്കെട്ടാണ്. അടിസ്ഥാനപരമായിട്ട്
ഇതാണ് അതിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേറ്റഡ് സോഷ്യൽ കോഗ്നിഷൻ എന്നാണ്. അത് നമുക്ക് ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളൊരു പോയിൻ്റാണ് സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, സാമ്പത്തിക കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ. ഇതിലൊക്കെ ഇടത് വലത് എന്നിങ്ങനെ രണ്ട് ധാരയായിട്ട് നമ്മൾ വേർതിരിഞ്ഞ് കാണുന്നത് പ്രധാനമായും മനഃശാസ്ത്ര കാരണങ്ങൾ കൊണ്ടാണ്. ഇതാണ് ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയാൻ. നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു വിഷയമാണ്, മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, പുതുതായിട്ട് വന്നൊരു വിഷയമാണ്. അത് ലാർജ്ലി സൈക്കോളജിക്കലാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു വിഷയം. അതാണ് നമ്മൾ പറയുന്ന ഒരു പോയിൻ്റ് പ്രധാനമായിട്ടും. കേശവമാമൻ നമുക്കൊക്കെ പരിചയമുള്ള ആളാണ്. അലുമിനി ഗ്രൂപ്പിലായാലും കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിലായാലൊക്കെ തന്നെ ഈ കേശവമാമൻ്റെ വിളയാട്ടമുണ്ട്. നമ്മുടെ പല സുഹൃത്തുക്കളും ഫുൾ കേശവമാമന്മാരും മോഡിലാണ് ഇരിക്കുന്നത്. ഒരു ദേശഭക്തി ഉണ്ടാവും, പട്ടാള സ്തുതി ഉണ്ടാവും, മോഡി സ്തുതി ഉണ്ടാവും, ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടാവും, പൊതുമേഖലാ വിരുദ്ധത ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ കേശവമാമൻ പാക്കേജിലുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഒരേ ആൾക്കാർ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഈ കണ്ടൻറ്റൊക്കെ തന്നെ നമ്മുടെ സംഖ്യ IT സെൽ ഫാക്ടറി വളരെ പ്രൊഫഷണലായിട്ടും അവച്ചറായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ അവരുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഐഡിയോളജിക്കൽ മെനു നമുക്ക് പറയാം. ഈ സാധനം നമ്മുടെ ബന്ധുക്കളും പഴയ കൂട്ടുകാരൊക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ വലതുപക്ഷക്കാർ അവർക്കത് വളരെ ഇഷ്ടമാണ്. ഈ സാധനങ്ങൾ അവരതിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, അവരത് സ്വീകരിക്കും, പ്രചരിപ്പിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ പിന്നെ അവരുടെ താല്പര്യങ്ങളുമായി അവരുടെ ആവശ്യങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളീ പറഞ്ഞ ബേസ് കോർ ഡയമെൻഷൻസ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും ഉള്ള ഐഡിയോളജിക്കൽ മെനുവും ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഒരു ദിക്കിൽ സണ്ണി കബിക്കാട് പ്രസംഗിക്കുന്നുണ്ടാവും, ശ്യാംകുമാറും അമൽ സീതാരനൊക്കെ പ്രസംഗിക്കുന്നുണ്ടാവും, അവിടെ ബാനശ്രീ പോയി വീഡിയോ എടുക്കുന്നുണ്ടാവും, അത് പ്രചരിപ്പിക്കുന്നുണ്ടാവും. ഇതൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 മോഡി സ്തുതി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഒരു പിന്നെ എന്താ പറയുക ഇലക്ട്രൽ ബോണ്ട് വിമർശനമൊക്കെ ആയിട്ട് വരും. ഇവിടെയും ഇതന്നെ സംഭവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ മെനു പൊരുത്തപ്പെടുന്നുണ്ട് എന്നാണ്. അവർ മാത്രം ചെയ്യുന്നതല്ല പറയുന്നത്. കേശവന്മാർ മാത്രമല്ല, നമുക്കിങ്ങനെ ഇതൊക്കെ നമ്മൾ ഫോർവേഡ് നമുക്ക് ഇതുപോലുള്ള പേരുകൾ അവർ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവരെ കേശവമാവെന്ന് വിളിക്കുമ്പോൾ നമുക്കെതിരെ അവർ കുറേ പേരുകൾ വിളിക്കുന്നുണ്ട്. ആ പേരൊന്നും ഞാൻ അവിടെ പറയുന്നില്ല, അത് അങ്ങനെ പോപ്പുലർ ആക്കണ്ട വെച്ചിട്ട് പറയാത്തതാണ്. കുറേ പേരുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികം. ഇത് രണ്ടിലും ഒരേ മെക്കാനിസമാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതിൻ്റെയും അടിസ്ഥാന മെക്കാനിസം തന്നെ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളിൽ എനിക്ക് ഏത് രുചികരമായി തോന്നുന്നു എന്നതെടുത്ത് ഞാൻ പറയുന്നു. ഈ മെക്കാനിസം ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായ വഴികളിലൂടെ, ഇപ്പോൾ ഇതുപോലെ പ്രസംഗങ്ങളിലൂടെ, പത്രവാർത്തകളിലൂടെ, TV ചർച്ചകളിലൂടെ, വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ പല വഴിക്ക് ഈ വരുന്ന ഐഡിയോളജിക്കൽ മെനുവിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് മനുഷ്യരെപ്പോഴും അങ്ങനെ തീരുമാനിക്കരുത്. അത് അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ്, മോട്ടീവ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ടേസ്റ്റ്സ്, മാനസിക ആവശ്യങ്ങൾ, ചോദനകൾ, താല്പര്യങ്ങൾ, അഭിരുചികൾ, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ്. അത് പിന്നെ വ്യത്യസ്തമാണ് അതിനും. അത് വേരീസ് അക്രോസ് പേഴ്സൺസ് ആൻഡ് സിറ്റുവേഷൻസ്, സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോഡക്ട്സ് റാദർ ദാൻ പ്യുവർലി ലോജിക്കൽ ഓർ ഫിലോസോഫിക്കൽ ഫോംസ് എന്നാണ്. രാഷ്ട്രീയ വിശ്വാസങ്ങളെ കേവലം യുക്തിപരമോ തത്വശാസ്ത്രപരമായോ ആയ പടപ്പുകളായി കാണുന്നത് അബദ്ധമാണ്. അവയെ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ പടപ്പുകളായിട്ട് വേണം കാണാൻ എന്നുള്ളതാണ് ഒരു പോയിന്റ്. എല്ലാ മണ്ഡലങ്ങളിലും, അത് വൈയക്തികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മതപരമാവട്ടെ, സയൻസികമാവട്ടെ, എല്ലാത്തിലും മനുഷ്യരവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അത് നമ്മളും നമ്മുടെ ബന്ധുമിത്രാദികളും മൂല്യം കൽപ്പിക്കുന്നതും മാനിക്കുന്നതും എന്തൊക്കെയാണ്? അവയുടെ മിശ്രിതമാണ് നമ്മുടെ വിശ്വാസങ്ങൾ. പൊതുവേ അങ്ങനെയാണ്. ഞാൻ ഒരു സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് പറയാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പൊതുവിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു കാർഡിയാക് സർജനും പിന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് സർജനും ഇതൊക്കെ അവർ ചെയ്യുമ്പോഴും അവർ വിചാരിക്കുന്നത് ഈ ശരീര പഞ്ചരത്തിനകത്ത് ആത്മാവ് എന്നൊരു സത്തയുണ്ട്, അതിൻ്റെ സദ്ഗതിക്ക്. കാരണം അത് വേറൊരു അവരുടെ കുടുംബവും ആൾക്കാരൊക്കെ വിശുദ്ധ സാധനങ്ങളൊക്കെ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും, ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും, ഹാർട്ട് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതേസമയം
ശരീര അന്തസ്ഥിതമായിട്ട് ഒരു ആത്മാവുണ്ട്, ഈ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അത് വേറെ എവിടെ പോകും, അതിന് കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ അവരുടെ വിശ്വാസങ്ങളും ഇതൊക്കെ രൂപപ്പെടുത്തുന്നത്. ബിക്കോസ് വാട്ട് വി ബിലീവ് ഇസ് ദ ഇൻട്രിക്കേറ്റ് മിക്സ് ഓഫ് വാട്ട് വി അലോങ് വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് അതർ പീപ്പിൾ വി വാല്യൂ ആൻഡ് റെസ്പെക്ട്, വാണ്ട് ടു ബിലീവ് ആൻഡ് വാട്ട് വി ഫീൽ ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ്. ഇതൊക്കെ ന്യായമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ ഒരു രീതി. ഈ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിവാദം, യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത് ഈ പരിമിതികളെ പറ്റാവുന്നിടത്തോളം മറികടക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ വിശ്വാസങ്ങൾ ആകാവുന്നിടത്തോളം വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇത് നടക്കുന്നുണ്ടോ? ഇപ്പോൾ സ്വയം യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ എന്ന് അടയാളപ്പെടുന്ന ആൾക്കാർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള വേറൊരു വിഷയമാണ്. അത് ഇതേ രീതിയിൽ തന്നെ അവരും സ്വന്തം സംഘം എന്ത് വിശ്വസിക്കുന്നു അത് വിശ്വസിക്കാനുള്ള രീതിയിൽ തന്നെയാണ് വലിയൊരളവ് നിരീശ്വരന്മാരൊക്കെ പോകുന്നതെന്നുള്ള വേറൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അത് രാഷ്ട്രീയ വിശ്വാസങ്ങളായാലും സാമൂഹ്യ വിശ്വാസങ്ങളായാലും മതപരമായ വിശ്വാസങ്ങളായിരുന്നാലും ഏത് വിശ്വാസങ്ങളായിരുന്നാലും വിശ്വാസങ്ങൾ ഉണ്ടായി വരുന്ന രീതി ഇതൊക്കെ തന്നെ. ഇവിടെ ഒരു ഇലക്റ്റീവ് അഫിനിറ്റി എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനുള്ളത്. അതിന് മാക്സ് വെബർ ഗോയിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഗോയിതെ എന്നും പറയാറുണ്ട്, എഴുത്തുകാരൻ്റെ ഒരു നോവലിന് എടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. വാഹവൻ ഷാഫ്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ജർമ്മൻ പ്രൊനൗൺസിയേഷൻ, അത്ര കറക്റ്റല്ല. ഇലക്റ്റീവ് അഫിനിറ്റി അത് മാക്സ് വെബർ ഉണ്ടാക്കിയ ഒരു മെറ്റഫറാണ്. ഇതാണ് പറയുന്ന പോയിൻ്റ്. ഇതാണ് ഈ ആൾക്കാർക്ക് ലഭ്യമാകുന്ന വിവിധങ്ങളായ ആശയശകലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ കേശവമാമർക്കായാലും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇടതുപക്ഷക്കാർക്കായാലും ലഭ്യമാകുന്ന വിവിധങ്ങളായ ആശയശകലങ്ങളിൽ ചിലതിനോട് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് സവിശേഷമായി ആകർഷണം തോന്നുന്നു. അങ്ങനെ വലിയൊരു വിഭാഗത്തിന് സവിശേഷമായി ആകർഷണം തോന്നുന്ന ആശയങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നു. ചിലർക്കത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വഴി തുറക്കുന്നു. അതാണ് ഇപ്പോൾ ഹിന്ദു ഖത്രേ മേം ഹേ എന്നുള്ളൊരു ആശയം വരുമ്പോൾ അത് വലിയൊരു വിഭാഗത്തിന് അത് ശരിയാണ്, ഹിന്ദു അപകടത്തിലാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് ആശയം ആൾക്കാർ സ്വീകാര്യമാവുന്നത്, അത് അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനുഷ്യർ ആശയങ്ങളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വേണമെങ്കിൽ ആശയങ്ങൾ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു എന്നും കൂടി പറയാം. അതാണ് ഈ ഒരു എലക്റ്റീവ് അഫിനിറ്റി എന്നുള്ള പ്രയോഗം. അത് ആലങ്കാരികമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹ്യ ആശയങ്ങളുടെ ഘടനയും ഉള്ളടക്കവും ഒരു ഭാഗത്ത് ഈ ആശയങ്ങളെ സ്വീകരിക്കുന്ന വ്യക്തികളും അവരുടെ ഗ്രൂപ്പുകളുടെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ചോദനകൾ, ഇത് തമ്മിൽ ഒരു പരസ്പര ആകർഷണം ഉണ്ടാവും എന്നുള്ളതാണ് ഈ എലക്റ്റീവ് അഫിനിറ്റി എന്ന കാര്യം കൊണ്ട് പറയുന്നത്. ഈ രാഷ്ട്രീയ ആശയങ്ങളാൽ മനുഷ്യന്മാർ സ്വാധീനിതരാകുക എന്ന് പറയുന്നാൽ അത് ആശയങ്ങൾ മേലെ നിന്ന് ഒഴുകുകയും ഒരു കാലിയായ പാത്രങ്ങൾ പോലെ മനുഷ്യരത് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് ധരിക്കരുത്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് സമൂഹത്തിൽ ആശയങ്ങൾ പ്രചരിക്കുന്ന ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സ് പോലെ തന്നെ ഒരു വ്യക്തികളുടെ ഒരു നീഡ് ഫുൾഫിൽമെൻറ്റ്, ആവശ്യങ്ങളുടെ പൂർത്തീകരണം എന്നൊരു ബോട്ടം അപ്പ് പ്രോസസ്സും കൂടിയുണ്ട്. ഈ ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സും കൂടിച്ചേർന്നിട്ടാണ് ആശയപ്രചരണം, ആശയരൂപീകരണം ഒക്കെ നടക്കുന്നത്. എവറി ഒപ്പീനിയൻ ഈസ് എ മാരേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പ്രിഡിസ്പോസിഷൻ എന്ന് പറയും. എവറി ഒപ്പീനിയൻ ഈസ് എ മാരേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പ്രിഡിസ്പോസിഷൻ. നമ്മൾ ഇടപെടുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ലഭ്യമായ ആശയങ്ങളെയാണ് മനുഷ്യർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2014 മുമ്പ് 2014 ശേഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി രണ്ടായി വിഭജിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. 2014 മുമ്പുള്ള കാലത്ത് നമ്മൾ സ്വതന്ത്ര ചിന്ത പറയുമ്പോഴും നമ്മൾ ഏത് സമൂഹത്തിൽ ഇടപെടുമ്പോഴൊന്നും ഇത്രയധികം വലതുപക്ഷ ആശയങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല. വാസ്തവത്തിൽ പറയില്ലായിരുന്നു ആൾക്കാർ. ഇങ്ങനെ ഇത്ര ഓപ്പണായിട്ട് വലതുപക്ഷ ആശയങ്ങൾ പറയുകയില്ലായിരുന്നു. അവൈലബിലിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. ഈ ടോപ്പ് ഡൗൺ പ്രോസസ്സ് കുറവായിരുന്നു. വലതുപക്ഷ ആശയങ്ങൾ അങ്ങനെ പരസ്യമായി പറയുകയും അതിന് വലിയ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയില്ല. അപ്പോൾ 1-2 ഉദാഹരണങ്ങൾ, ചില വ്യക്തിപരമായ അനുഭവങ്ങൾ ഒക്കെ പറയുകയാണ്. എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, വ്യക്തിവാദി പ്രവർത്തനത്തിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ വലിയ ബന്ധമില്ല. ഒരു 2014 മുമ്പുള്ള 2014 ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം നമ്മളോടൊക്കെ വളരെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് ഒരു ഉദാഹരണത്തിന് ഇപ്പം സാമുദായിക സംവരണം എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ മൂപ്പര് പറയും, ശരിയാണ് സാമുദായിക സംവരണം ഒറ്റ നോട്ടത്തിൽ സാമുദായിക സംവരണം ശരിയെല്ലാം തോന്നുമെങ്കിലും
നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതാണ് ശരി, സാമുദായിക സമരത്തിന് അതിൻ്റെ നീതി ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇദ്ദേഹം ഒരു 2014-15 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് ആൾ മൊത്തമായിട്ട് മാറി. ആ കംപ്ലീറ്റ് പഴയ നിലപാടിലേക്ക് പോയി. അല്ല, സാമുദായിക സമരം ശരിയല്ല. കാരണം എന്താ ഈ ഒരു കൊല്ലം കൊണ്ട് സംഭവിച്ചത്? സംവരണം ചെന്നായ നീതിയാണ് എന്ന് പറയുന്ന നറേറ്റീവ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെയൊക്കെ സർക്കിളിലേക്ക് വരികയും ആ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഈ ആശയ പ്രചരണത്തിന് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക വ്യാപനം, ശക്തി ഒക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവം. ഇയാൾ നേരത്തെ അത് റിസീവ് ചെയ്യാൻ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ലഭ്യത കുറവായിരുന്നു. ഇത്തരത്തിലുള്ള ആശയങ്ങൾ സർവ്വസമ്മതമായി വരിക, അത് സാമൂഹ്യമായി അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു സംഭവമില്ല. അത് അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു? അയാളുടെ നിലപാട് വളരെ പെട്ടെന്ന് തന്നെ സംവരണ വിരുദ്ധതയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇതേപോലെ ഇത് വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. വ്യക്തിപരമായി പരിചയമില്ലാത്ത വേറൊരാളെ അറിയാം. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നൊരു വ്യക്തി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന് പേരെടുത്ത് പറയുന്നില്ല. പിന്നെ കേരളത്തിലെ നാസ്തികർക്കിടയിൽ വളരെ പ്രശ്നമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് കണ്ടു. അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇതാണ്. ഇത് സംവരണ വിഷയം തന്നെയാണ്, ഒരേ വിഷയം തന്നെ എടുക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടി കേട്ടോ. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം ഒരു കാലത്ത് പിന്നെ ഒരു സംവരണ വിരുദ്ധനായിരുന്നു, ആൻറ്റി റിസർവേഷനായിരുന്നു. എന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ സഹപാഠിക്ക് അദ്ദേഹത്തിനേക്കാൾ മാർക്ക് കുറവാണ്. അയാളുടെ വീട്ടിൽ കാറുണ്ട്, എൻ്റെ വീട്ടിൽ കാറില്ല. സാമ്പത്തികമായിട്ട് അയാൾ പുരോഗതിയായിട്ടായിരിക്കുന്നത്. അയാൾക്ക് പക്ഷേ എന്ത് കിട്ടി? സർക്കാർ ജോലി കിട്ടി, സാമുദായിക സംവരണം കൊണ്ട്. ഇത് അനീതിയാണ്, അപ്പോൾ ഇത് ശരിയല്ല എന്ന് തോന്നി. അദ്ദേഹം ആൻറ്റി റിസർവേഷനായിട്ടാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഡിഫോൾട്ട് നിലപാട്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി, അദ്ദേഹം തന്നെ പറഞ്ഞാണ് ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറി. അദ്ദേഹം ഇനി ഞാൻ പറയുന്ന മിക്കവാറും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ, എക്സാക്ട്ലി അല്ല, ഏറെക്കുറെ അതാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. റിസർവേഷൻ എന്നത് നമ്മുടെ നാട്ടിലെ ചില സാമൂഹ്യ അനീതികളെ, സോഷ്യൽ ഇൻജസ്റ്റിസസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അനീതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജാതിയായിരുന്നു. ജാതീയമായിട്ട് ആളുകളെ മുഖ്യധാരയിൽ വരുന്നതിന് സിസ്റ്റം തന്നെ ബാൻ ചെയ്തിരുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു. നൂറ്റാണ്ടുകളായി ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഇവരെ കൂടി അധികാരത്തിൻ്റെ ഭാഗമാക്കുക എന്ന ആശയം കാരണമാണ് ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അതിൽ ശരിയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അദ്ദേഹം പ്രോ റിസർവേഷൻ നിലപാടിലേക്ക് മാറി. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞാണ്. ആ നിലപാടിൽ കുറച്ച് നാൾ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ ആദ്യം പറഞ്ഞ സുഹൃത്തിൻ്റെ അതേ നിലപാടാണ് ഇദ്ദേഹവും. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം നിലനിന്നിരുന്ന ലെഫ്റ്റ് ലിബറൽ എങ്ങനെയാണ് ആശയങ്ങൾ ആളുകളിൽ മാറുന്നതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ ആശയം സ്വീകരിക്കുകയും ഒരു പ്രോ റിസർവേഷൻ നിലപാടിലേക്ക് മാറി അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയൊരു വാദത്തെ അഭിമുഖീകരിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. എന്താ ആ കാലത്ത് സംഭവിച്ചത്? ഇതന്നെയാണ് സംഭവിച്ചത്. 2014 കഴിഞ്ഞു, 2015 കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹമൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ സർക്കിളിൽ വളരെ കൃത്യമായി വലതുപക്ഷ ആശയങ്ങളുടെ അധിനിവേശം വരുന്നു. ഈ സംവരണം ചെന്നായ നീതിയാണ് എന്നുള്ള പുതിയ നറേറ്റീവ് ഉണ്ടാവുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ മറ്റൊരു വാദത്തെ അഭിമുഖീകരിക്കുന്നു, അതിതാണ്. അത് അപ്പോഴാണ് ആലോചിക്കുന്നത്, റിസർവേഷൻ തുടങ്ങിയിട്ട് 10-75 കൊല്ലമായി. അപ്പോൾ ഒരു 2022 നമുക്ക് കൂട്ടാം, വളരെ റീസെൻ്റായിട്ട് 10-75 കൊല്ലമായി. എന്നിട്ടും പല ട്രൈബുകളും പല ആളുകളും ഇന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല ചില ആളുകൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വീണ്ടും വീണ്ടും നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാദമാണ്, ഞാൻ പറഞ്ഞല്ല, നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? റിസർവേഷൻ സിസ്റ്റം ഒന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് ഇതിലൂടെ അസമത്വത്തെ ഇല്ലാതാക്കുന്നത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു, റിസർവേഷൻ സിസ്റ്റം എന്നത് ഫുള്ളി ഒരു മാനിപ്പുലേറ്റീവ് സിസ്റ്റമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. പിന്നെ അതിനകത്ത് നിന്ന് ആർക്കും സാമൂഹ്യ അനീതിയെ, സോഷ്യൽ ഇൻജസ്റ്റിസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ മനസ്സിലാവുന്നില്ല അദ്ദേഹം പറയുന്നത്. നേരത്തെയും മനസ്സിലായത് തന്നെയാണ്, പുതിയൊരു മനസ്സിലാക്കലാണ്. ഓരോ ഗ്രൂപ്പിലുമുള്ള ക്രീമി ലെയറാണ് റിസർവേഷൻ്റെ ബെനിഫിഷ്യറീസ് ആവുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇവരാണ് അതിൻ്റെ ഗുണഫലങ്ങൾ തലമുറകളായി നുണഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, അവരുടെ കൂട്ടത്തിലെ മറ്റാളുകൾക്ക് കിട്ടുന്നില്ല. മിഠായി പെറുക്കൽ മത്സരത്തിൽ ഏറ്റവും ശക്തൻ ഏറ്റവും കൂടുതൽ മിഠായി പെറുക്കുന്ന പോലെയാണ് റിസർവേഷൻ സംഭവിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹം സംവരണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം അദ്ദേഹം പുറത്തായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ അറിയുന്ന സുഹൃത്തിൻ്റെ ട്രജക്ടറിക്ക് പാരലായിട്ടാണ് ഇത് പോകുന്നത്, അതേപോലെയാണ് പോകുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടി പറയാം. What we believe is an intricate mix of what we, along with our friends and other people, value and respect.
We want to believe and what we feel justified in believing given the evidence that is accessible and available to us എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഇടത് ആശയങ്ങൾക്ക് മുൻതൂക്കമുള്ള ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹവും വില കൊടുക്കുകയും മതിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. അതുണ്ടായത്. പിന്നീട് അദ്ദേഹം ആ എക്കോസിസ്റ്റം മാറി, അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം മാറി. അപ്പോൾ ഹീ ഫീൽസ് ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ഗിവൺ ദ എവിഡൻസ് ദാറ്റ് ഈസ് ആക്സസിബിൾ ആൻഡ് അവൈലബിൾ ടു ഹിം. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം തീരുമാനത്തിലെത്തുന്നത് അദ്ദേഹം പറയുന്നത്. നമ്മൾ പറയുന്ന വിഷയം എന്താ? പൊളിറ്റിക്കൽ ഐഡിയോളജി ആസ് മോട്ടിവേറ്റഡ് കോഗ്നിഷൻ. അതാണ് നമ്മുടെ വിഷയം. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ക്രീമി ലെയർ എന്നൊരു വിഷയം ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം ഈ സംവരണം ഒരു മാനിപ്പുലേറ്റീവ് സിസ്റ്റമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സംവരണം ശരിയല്ല എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അത് വളരെ യുക്തിഭദ്രമായ നിലപാടാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കുറ്റമൊന്നും പറയുന്നില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് വളരെ ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ഗിവൺ ദ എവിഡൻസ് ദാറ്റ് ഈസ് ആക്സസിബിൾ ആൻഡ് അവൈലബിൾ ടു ഹിം. അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ അവൈലബിളായ തെളിവ് വെച്ച് ശരിയാണെന്ന് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രിഡിസ്പോസിഷന് നേരത്തെ സംഭവിച്ച പോലെ അതിന് കുറേ കൂടി അനുയോജ്യമായ വാദങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. എവരി ഒപ്പീനിയൻ ഈസ് എ മാരേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പ്രിഡിസ്പോസിഷൻ എന്നാണ്. അദ്ദേഹത്തിന് ഇതിന് പറ്റിയ ഒരു അന്തരീക്ഷം കിട്ടി. അപ്പോൾ പിന്നെ അതിന് പറ്റിയൊരു കൂട്ടായ്മ, ഈ ആശയങ്ങൾ ഉയർത്തിപ്പിടുന്നൊരു കൂട്ടായ്മ അദ്ദേഹത്തിന് കിട്ടിയുള്ളതാണ്. അപ്പോൾ ഈ പ്രിഡിസ്പോസിഷന് അനുയോജ്യമായൊരു നിലപാട് ആണ്, അതിനനുസരിച്ച് അദ്ദേഹം നിലപാട് മാറ്റിയതാണ് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? എങ്ങനെയാണ് ഇത് നമുക്കിങ്ങനെ പറയാൻ പറ്റും? അത് ഞാനൊന്ന് എൻ്റെ നിരീക്ഷണം അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തീരുമാനത്തിലെത്തിയെന്നാണ്. ഞാനങ്ങനെയല്ല അതിനെ കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രിഡിസ്പോസിന് അനുഗുണമായിട്ടുള്ള ഒരു സൗഹൃദ വലയത്തിൽ അദ്ദേഹം എത്തുകയും ആ ആശയങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യമായി അനുഭവപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഒരിക്കൽ അദ്ദേഹം സംവരണം വിരുദ്ധ നിലപാട് മാറ്റിയിട്ട് ജാതി സംവരണം ശരിയാണ് എന്ന നിലപാടിൽ എങ്ങനെ എത്തിയത്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അന്നൊരു ബൗദ്ധികമായ കാരണം എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞാൽ എന്താ? ചില ജാതികളിൽപ്പെട്ട ആളുകൾക്ക് നൂറ്റാണ്ടുകളായി ഭരണ സംവിധാനത്തിൽ പാലിത്യമില്ല, അവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നതുകൊണ്ടാണ് സംവരണം ഏർപ്പെടുത്തിയത്. എൻ്റെ സഹപാഠിക്ക് എന്നേക്കാൾ കുറഞ്ഞ മാർക്കേ ഉള്ളൂ, അയാളുടെ വീട്ടിൽ കാറുണ്ട്, എൻ്റെ വീട്ടിൽ കാറില്ല, അയാൾ സാമ്പത്തികമായി എന്നേക്കാൾ ഉയർന്ന നിലയിലാണ്. ഈ രണ്ട് വിഷയങ്ങളുള്ളപ്പോഴും അയാൾക്ക് സംവരണം ജാതി അടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തത് ശരിയാണ് എന്ന തിരിച്ചറിവോടെയല്ലേ ഇയാൾ പ്രോ റിസർവേഷൻ ആയത്? അങ്ങനെയല്ലേ അയാൾ ആദ്യം പറഞ്ഞത്? അങ്ങനെ അയാൾക്ക് കാറുണ്ട്, അയാൾക്ക് സാമ്പത്തികമുണ്ട്, അയാൾക്ക് എന്നെക്കാളും മാർക്ക് കുറവാണ്, പക്ഷേ എന്നാലും റിസർവേഷൻ കൊടുക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് ആ ലെഫ്റ്റ് ലിബറൽ എക്കോസിൽ ഇരുന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. സംവരണത്തിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോൾ ബോധ്യപ്പെട്ടു. ഈ ബോധ്യപ്പെട്ടിലൂടെ പോയി ഇപ്പം അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ്? അപ്പം ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്, 100 മാർക്ക് ഫുൾ മാർക്കാണ്, ഒരു സംശയമില്ല. ഇതേ വ്യക്തി അദ്ദേഹം 2022 ആയപ്പോഴേക്കും സംവരണം സാമൂഹിക നീതി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന വിശേഷത്തിൽ എങ്ങനെ ചെയ്യാം? ഇതന്നെ സെയിം. കാറുള്ള വീട്ടിലെ സമ്പന്നനായ ദളിതന് അല്ലെങ്കിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ടയാൾക്ക് അതല്ലേ ക്രീമി ലെയർ. ആ ക്രീമി ലെയറുകാർക്ക് സംവരണം കൊടുക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരേ കാര്യം, നേരത്തെ അയാൾക്ക് ബോധ്യപ്പെട്ട കാര്യം ബോധ്യപ്പെട്ട അയാൾ പ്രോ റിസർവേഷനായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതേ കാര്യം ബോധ്യപ്പെടാതെ അതേ തിരിച്ച് ആൻറ്റി റിസർവേഷനായി മാറി. വാസ്തവത്തിൽ ബോധ്യപ്പെടൽ ബൗദ്ധികമായ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ സംഭവിച്ചത് നിങ്ങൾ ഏത് ഇക്കോസിസ്റ്റത്തിൽ മൂവ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ആ ഇക്കോസിസ്റ്റം എന്ത് പറയുന്നു അത് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനത് തന്നെ കുറ്റം പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ തന്നെ മിക്കവാറും മനുഷ്യർ അവിടെ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ല. നമ്മൾ 1000 ആൾക്കാർ പറഞ്ഞാലും സ്വന്തമായി ചിന്തിച്ച് ബോധ്യപ്പെടുത്തി ചെയ്യാനുള്ള അതാണ് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനം. അപ്പോൾ ഇത് ഒരേ കാര്യം നേരത്തെ എന്താ പറയുക, ഇതൊക്കെ എന്നെക്കാളും കുറവ് മാർക്ക് മേടിച്ച, എന്നേക്കാൾ വീട്ടിൽ കാറും സൗകര്യങ്ങളുള്ള സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു പിന്നോക്കക്കാരന് സംവരണം കൂടുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ആൾ ക്രീമി ലെയർ ഉള്ളതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ യു സീ ദ ഐറണി, ഡോണ്ട് യു? അത് എന്തൊരു വിചിത്രമായ
എന്താണിത് മനസ്സിലാക്കേണ്ടത്? മനുഷ്യരെങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത്, അവർ പറയുന്ന ആശയങ്ങൾ വേറെ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിലേക്ക് ചോദ്യം വരുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉപമ പറയാം. ഉപമ കൂടുന്നുണ്ടോയെന്ന് അറിയില്ല, പരമാവധി നിങ്ങൾ മനസ്സിലാക്കിയേ അടങ്ങൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾ, ആ ദൈവവിശ്വാസിയാണ്, വളരെ ലളിതമായ ഉദാഹരണം. അയാളുടെ കൗമാര യൗവന കാലത്തൊക്കെ സന്ദർഭവശാൽ നിരീശ്വരവാദികളായിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് ഒത്തുചേരുന്നു, കോളേജിലോ എവിടെയെങ്കിലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇങ്ങനെ ഈ മനുഷ്യർ അടക്കമുള്ള സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവ് എന്നൊരു സാധനം ഉണ്ടെന്നാണ് ഇയാളുടെ ധാരണ. അടിസ്ഥാനപരമായിട്ട് ഇയാളുടെ ധാരണ എങ്ങനെയാണ്? അപ്പോൾ ഈ ഡിഫോൾട്ട് ധാരണയും കൊണ്ട് നടക്കുന്ന ഇയാളോട് ഇയാളുടെ സുഹൃത്തുക്കൾ പറഞ്ഞേ, ചങ്ങാതി ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ പഴഞ്ച ധാരണയാണ്. ഓർഗാനിക് എവല്യൂഷൻ ത്രൂ നാച്ചുറൽ സെലക്ഷൻ എന്ന ഡാർവിൻ്റെ ആശയം വന്നതോടെ ഇതൊക്കെ കാലഹരണപ്പെട്ടു. അങ്ങനെ ഒരു സൃഷ്ടാവിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ എന്നോ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അത് ശരിയാണല്ലോ, ആ ആശയം അദ്ദേഹം സ്വീകരിച്ചു. നിരീശ്വരവാദിയാണ്, സൃഷ്ടാവില്ല, നിരീശ്വരവാദിയാണ് അയാൾ പ്രഖ്യാപിക്കുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ അടിസ്ഥാന മെക്കാനിസം പിന്നെ ജീവപരിണാമമാണ്, അല്ലാതെ ഒരു സൃഷ്ടാവുമില്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റാറ്റസൊക്കെ ആയിട്ടിടുന്നു. ആൾ നിരീശ്വരവാദിയായി. പെർഫെക്റ്റ്, ഓക്കെ, 100 മാർക്ക്. നമ്മുടെ മറ്റേ സുഹൃത്ത് സംവരണം സ്വീകരിച്ച പോലെ ഒക്കെ പെർഫെക്റ്റാണ്. പറയുന്ന ആർഗ്യുമെൻ്റൊക്കെ വളരെ കറക്റ്റാണ്, എല്ലാം ശരി, 100 മാർക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതിയ 100 മാർക്കാണ്. അയാൾക്ക് ഇതൊന്നും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. അയാളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഓക്കെ, അയാളങ്ങ് സ്വീകരിച്ചതേ ഉള്ളൂ എന്നാ. ഇതേ ആൾ തന്നെ കുറേ കാലം കഴിഞ്ഞു കുടുംബസ്ഥനായി, പഴയ സുഹൃത്തുക്കളെല്ലാം പഴയ പണിക്ക് പിരിച്ചുപോയി, പരമ്പരാഗത കുടുംബത്തിൻ്റെ രീതിയിലേക്കൊക്കെ മാറി. അയാൾ ഒരു തരത്തിലുള്ള ഈ ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ യുക്തിവാദ സ്വതന്ത്ര ഇന്ത്യ സർക്കിളായിട്ടൊന്നും യാതൊരു ബന്ധമില്ല, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പഴയ കുടുംബത്തിൻ്റെ ചട്ടവട്ടങ്ങളിലേക്ക് പോകുന്നു, എല്ലാ രീതിയിൽ പിന്നെ പരമ്പരാഗത രീതിയിൽ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഡോക്ടർമാരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൽ കേട്ടോ. അത് ചോദിക്കാം, ഈ മനുഷ്യ ശരീര ഘടനയുടെ സങ്കീർണതയെപ്പറ്റി ഏട്ടന് വല്ല വിവരമുണ്ടോ? എത്ര കോംപ്ലക്സ് ആണോ എന്ന് നോക്കൂ ഈ ജീവശരീരം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞിട്ട് ജീവശരീരത്തിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ചിട്ട് വലിയൊരു ക്ലാസ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ ഈ 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യക്ക് പോലും അസാധ്യമായ ഈ അത്യപൂർവമായ ഈ സങ്കീർണതയൊക്കെ ഒരു സുപ്പീരിയർ ഇൻ്റലിജൻസിൻ്റെ സഹായമില്ലാതെ ഉണ്ടാവുമോ ഏട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഏട്ടൻ ഒന്നുകൂടി ആലോചിച്ചു, അത് ശരിയാണല്ലോ. ഒരു ഫുൾ കൺഫ്യൂഷനായി. അപ്പോൾ ഫുള്ള് മാറി, ആൾ മൊത്തം മാറി. ഞാനിപ്പോഴും നിരീശ്വരവാദിയൊക്കെ തന്നെയാണ്, മറ്റേ ആൾ പറയുന്നത് ഞാനിപ്പോഴും ലെഫ്റ്റ് ലിബറലാണെന്ന്. ഞാനിപ്പോഴും നിരീശ്വരവാദിയൊക്കെ തന്നെയാണ്, പക്ഷേ ഇതൊന്ന് പുനഃപരിശോധിക്കണം, ഇത് പുനഃപരിശോധിക്കണം. ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ശരീരം ഒരു കാരണവശാലും അങ്ങനെ ഒരു സുപ്പീരിയർ ഇൻ്റലിജൻസ് ഇല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയും. ഇതേപോലെയാണ് നമ്മൾ ഈ പറഞ്ഞ സംവരണ വിഷയം സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് പരീക്ഷയിൽ 100 മാർക്കോടുകൂടി സംവരണവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആവുന്ന ആൾക്കാർ അവരുടെ സർക്കിൾ മാറിക്കഴിയുമ്പോൾ ജീവിതത്തിൽ കംപ്ലീറ്റ് മാറിയിട്ട് അന്ന് അവർ 100 മാർക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കംപ്ലീറ്റ് 0 മാർക്ക് മേടിച്ചിട്ട് ഇത് മുഴുവൻ തെറ്റാണ് എന്ന്. ഇങ്ങനെയാണ് മനുഷ്യരുടെ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള ഈ ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സംവരണ വിഷയത്തിൽ നമ്മുടെ യുക്തിവാദി നാസ്തിക സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഈ സാമുദായിക സംവരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ട് ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും മാനസിക ചോദനകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചു. അത് പിന്നെ എന്തു പറ്റി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റി വലതുപക്ഷ നിലപാടുകളിലേക്ക് സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇന്നും അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. വിവിധങ്ങളായ വിഷയങ്ങളിൽ അദ്ദേഹം പിന്നെ എന്താ പറയുക, ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സംഗതികളെയും അദ്ദേഹം പിന്തുണക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. അതൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അവരൊക്കെ ഇലക്ഷൻ നിൽക്കും പറയും, അതൊക്കെ പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പോൾ അതുപോലെ അപ്പം ഞാൻ ഇടതുപക്ഷ നിലപാടെടുക്കുന്ന പോലെ തന്നെ വലതുപക്ഷം എടുക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നൊന്നും അയാളെ കുറ്റപ്പെടുത്തലോ പരിഹസിക്കലോ ഒന്നുമല്ല. അപ്പോൾ പക്ഷേ ഇതിൽ കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പീപ്പിൾ സാമ്പിൾ ഐഡിയാസ് ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ് ടു സപ്പോർട്ട് ദർ പൊളിറ്റിക്കൽ ഗോൾസ് ഓർ ഫുൾഫിൽ ദർ സൈക്കോളജിക്കൽ നീഡ്സ്. ഈ ഒരു വിഷയം പറയാനാണ്. അപ്പോൾ ഈ സന്ദർഭവശാൽ അദ്ദേഹം ഒരു കാലത്ത് ഭാഗമായിരുന്ന സോ കോൾഡ് ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് കംഫർട്ടബിളായിട്ട് കഴിയുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനുഷ്യസഹജമായ ആവശ്യവും ലക്ഷ്യവുമാണ് അതിനനുയോജ്യമായ ഒരു ആശയം അദ്ദേഹം സ്വീകരിക്കാൻ ഇടയായത്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതിലൊരു കാപട്യമുണ്ടെന്ന് ഞാൻ പറയില്ല, അതിൽ ബോധ്യപ്പെടാതെയാണ് ആശയം സ്വീകരിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച്
ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാണ് ചെയ്തത്. കാരണം ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ അടിസ്ഥാന സ്വഭാവം എന്നത് അത് മോട്ടിവേറ്റഡ് കോഗ്നിഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യമായി അനുഭവപ്പെടുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് നമ്മളായാലും അങ്ങനെ തന്നെയാണ്, നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ സ്വതന്ത്ര ചിന്തകരുടെ അടിസ്ഥാനം നമ്മൾ ഈ പറയുന്നത് സത്യമാണോ എന്ന് പറയാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. അത് ആ ഒരു അധിക ബാധ്യത കൂടി സ്വതന്ത്ര ചിന്തകർ എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. വി ഹാവ് എ ഡ്യൂട്ടി ടു ബിലീവ് ബേസ്ഡ് ഓൺ ആഡിക്വേറ്റ് എവിഡൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലഭ്യമായ തെളിവുകൾ വെച്ചിട്ട് അത് ന്യായമാണ്, വസ്തുനിഷ്ഠമാണെന്നാണ് നമ്മൾ ഓരോ ആളും വിശ്വസിക്കുന്നത്. നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളും എന്താണ് വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾ, ഈ സുഹൃത്തിൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ ഒബ്ജക്റ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നേരത്തെ അദ്ദേഹം 100 മാർക്ക് മേടിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യവും മനസ്സിലായിട്ടില്ല. അദ്ദേഹം അത് വെറുതെ ബൈഹാർട്ട് പഠിച്ചിട്ട് നേരെ 100 മാർക്കാണ് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ വസ്തുനിഷ്ഠത നമുക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഈ ഉദാഹരണം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ ഉദ്ധരിച്ച ഒരു വാചകം കൂടി ഓർമ്മിപ്പിക്കാം. ഇതാണിത്: ഈ ഇടത് വലത് അഥവാ ലിബറൽ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ സാമൂഹിക പ്രതിനിധാനങ്ങൾ രൂപം കൊള്ളുന്നത് 2 ഘടകങ്ങളുടെ പരസ്പര പ്രവർത്തനം വഴിയാണ്. ആദ്യത്തെ ഘടകം വ്യക്തികളുടെ മാനസിക ആവശ്യങ്ങൾ, ചോദനകൾ, താല്പര്യങ്ങൾ, അഭിരുചികൾ. ഇതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഒരേ വ്യക്തിക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമാണ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ച ഉദാഹരണങ്ങൾ. ഒരേ വ്യക്തിയുടെ തന്നെ വിവിധ ജീവിത സന്ദർഭങ്ങളിൽ ഇത് വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തെ ഘടകം വ്യക്തികൾ ജീവിക്കുന്ന സാമൂഹ്യ മണ്ഡലത്തിലേക്ക് പ്രക്ഷേപിക്കപ്പെടുന്ന ആശയഘടകങ്ങൾ, ഐഡിയോളജിക്കൽ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് കേശവമാമനായി എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പഴയ സഹപാഠി ഒരു മോഡി ഭക്തനായി കേശവമാമനായി കാണുന്നുണ്ടെങ്കിൽ അതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ IT സെൽ IT സെല്ലൊക്കെ ഉണ്ടാക്കുന്ന പ്രൊപ്പഗാൻഡ ഉൽപ്പന്നങ്ങളുണ്ട്. അത് സ്വീകരിക്കാനും പുനരുൽപ്പാദിപ്പിക്കാനും സന്നദ്ധമായിട്ടുള്ള, അതിന് വെമ്പൽ കൊള്ളുന്ന ഒരു മനോനിലയമുണ്ട്. ഇതുപോലെ തന്നെ ആ വിഭവങ്ങൾ ഒഴിവാക്കാനും ധ്രുവ് റാത്തിയുടെയോ രവീഷ് കുമാറിൻ്റെയോ വീഡിയോ എടുത്ത് സെലക്ട് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ചെയ്യുന്ന നമ്മളെപ്പോലത്തെ ആൾക്കാരും അതിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതേ ഘടകങ്ങൾ തന്നെയാണ്, ഈ 2 ഘടകങ്ങളെയാണ് അവിടെയും വർക്ക് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ ആവശ്യങ്ങൾ, ചോദനകൾ, താല്പര്യങ്ങൾ, അഭിരുചികൾ, ഇതൊക്കെ തന്നെ നമ്മളുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്, അവരുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്ന ചരക്കുകൾ വ്യത്യസ്തമാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ചരക്കുകൾ വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെയാണെന്നല്ല കേട്ടോ. അവർ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ്, ഫുൾ തെറ്റാണ്, വളരെ അപകടകരമാണ് എന്നൊക്കെ തന്നെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇതിൻ്റെ എന്താ പറയുക, ഈ നമ്മൾ പറയുന്ന ആശയങ്ങളൊക്കെ തന്നെ എത്രത്തോളം ട്രൂ റാഷണൽ ആൻഡ് പ്രിൻസിപ്പിൾഡ് ആണെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഏറെക്കുറെ ഇത് പറയുന്നത് എന്നുള്ള എനിക്ക് സംശയമില്ല. അവർ വിചാരിക്കുന്നതൊക്കെ ശരിയാണ് നല്ല വിശ്വസിച്ചാണ് പറയുന്നത്. പക്ഷേ അത് ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ തെറ്റാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്നുള്ള വേറെ വിഷയം. ഈ 2 വിഭാഗമായാലും ഇടതായാലും വലതായാലും ഇതൊക്കെ സ്വീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഭാഗികമായിട്ട്, പൂർണ്ണമായിട്ടൊന്നല്ല, ഇത് കംപ്ലീറ്റ് സൈക്കോളജി എന്ന് പറയുന്നില്ല കേട്ടോ, ഭാഗികമായി നമ്മുടെ മാനസിക ചോദനകളെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ ഇടതുപക്ഷക്കാരെന്നുള്ള നിലക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഈ സമത്വം, സാമൂഹ്യ പുരോഗതി, സ്വയം നിർണയാവകാശം, അധിഷ്ഠിതരുള്ള പക്ഷപാതിത്വം, ഇങ്ങനെയുള്ള ഇടതുപക്ഷ നിലപാടുകളും മൂല്യങ്ങളുമൊക്കെ വളരെ വെൽ ഫൗണ്ടഡ് ആണ്, ഉറച്ച അടിസ്ഥാനമുള്ളതാണ്, ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ. അതേസമയം ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മാനസിക ചോദനകളാൽ പ്രേരിതനായതുകൊണ്ടാണ് ഞാൻ ഈ നിലപാടുകളെയും മൂല്യങ്ങളെയും സ്വീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് എന്നതിലും എനിക്ക് തർക്കമില്ല. ഇത് രണ്ടുമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വെൽ ഫൗണ്ടഡ് വൈൽ ബീയിങ് മോട്ടിവേഷണലി ഫ്യൂവൽഡ് എന്നാണ്. വെൽ ഫൗണ്ടഡ് വൈൽ ബീയിങ് മോട്ടിവേഷണലി ഫ്യൂവൽഡ് അറ്റ് ദ സെയിം ടൈം. അതാണ്. Political beliefs, opinions and values may well be principled and indeed reasonably accurate, or at least well founded, while being motivationally fueled at the same time. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. 48 മിനിറ്റായി, 12 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ 3-ാമത്തെ ഭാഗത്തിലേക്ക് ചിലപ്പോൾ എനിക്ക് കടക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്, നിർത്തേണ്ടി വരാനാണ് സാധ്യത. വളരെ കഷ്ടമാണ്, സാരമില്ല, പോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ തരിമ്പും യോജിപ്പില്ലാത്ത വലതുപക്ഷ ആശയങ്ങളെ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ആൾക്കാർ സ്വീകരിക്കുന്നതും സമാനമായി തന്നെ അവരുടെ മാനസിക ചോദനകൾ പ്രേരിതമായിട്ടാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടതുപക്ഷ ആശയങ്ങൾ, അതായത് സാമൂഹിക പുരോഗതിയും തുല്യതയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ചില വ്യക്തികളുടെ മനസ്സിൽ ഈ ആശയങ്ങളാണ് റെസൊണൻസ് ഉണ്ടാക്കുന്നത്, അനുരണനങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കതാണ് നമ്മളെ ആകർഷിക്കുന്നത്.
എന്തുകൊണ്ട് ഇത് സമൂഹത്തിലെ ഭൂരിപക്ഷം, തീർച്ചയായിട്ടും ഭൂരിപക്ഷം വരുന്ന വലതുപക്ഷ മനസ്സുകളോട് ഇത് റെസൊണേറ്റ് ചെയ്യുന്നില്ല? ഇതാണ് ഏറ്റവും പ്രസക്തമായ അന്വേഷണം. അതാണ് എനിക്ക് അടക്കാനുള്ള ഭാഗം. അത് വാസ്തവത്തിൽ 2 ഭാഗമായിട്ടാണ് പറയാനുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ സൈക്കോളജിയുടെ ഭാഗം, അതാണ് ഇന്ന് പറയാൻ വിചാരിച്ചത്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ന്യൂറോ സയൻസിൻ്റെ ഭാഗം. അതിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പൊളിറ്റിക്കൽ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് ഇനി പറയാനുള്ളത്. അത് പറയണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറും കൂടി വേണം. അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാബുരാജ് എന്താണ് പറയുന്നത് അറിയുന്നില്ല. അപ്പോൾ അതാണ് അടുത്ത ഭാഗം, അടിത്തറയും ഉപരിഘടനയും, സബ്സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്.